വെൽക്കം ടു ജെയ്നീസ് ക്ലാസ് റൂം. 8ാം ക്ലാസ് ഇംഗ്ലീഷ് യൂണിറ്റ് 5 ആദ്യത്തെ പാഠമായ എ ടെയിൽ ഓഫ് 2 ഗിഫ്റ്റ്സ്. നമ്മൾ ഓരോ വാക്കും സെന്റൻസും മലയാളത്തിൽ നന്നായി പഠിച്ചു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ പാഠത്തിന്റെ വശങ്ങളിൽ നൽകിയിരിക്കുന്ന ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഹൗ മച്ച് മണി ഡിഡ് ഡെല്ല സേവ് ടു ബൈ ജിം എ ഗിഫ്റ്റ്? ജിമ്മിന് ഒരു സമ്മാനം വാങ്ങിക്കാനായിട്ട് ഡെല്ല എത്ര പണമാണ് സൂക്ഷിച്ചുവെച്ചത്? Della saved $1.87 to buy Jim a gift. $1.87 ഡെല്ല സൂക്ഷിച്ചുവെച്ചത്. അതിനോടൊപ്പം ഒരു ചോദ്യം കൂടിയുണ്ട്. ഡു യു യൂഷ്വലി സേവ് മണി ഫോർ എ സ്പെസിഫിക് പർപ്പസ്? ഷെയർ യോർ എക്സ്പീരിയൻസ് ഇൻ ക്ലാസ്. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടിയിട്ട് സാധാരണയായി പണം സൂക്ഷിക്കാറുണ്ടോ? നിങ്ങളുടെ അനുഭവം ക്ലാസ്സിൽ പങ്കുവയ്ക്കാമോ? നമുക്കെഴുതാം. യെസ്, I save money for things like dress, study materials and playing equipments. ചിലപ്പോൾ ഞാൻ എന്റെ ഇഷ്ടപ്പെട്ട വസ്ത്രം വാങ്ങിക്കാനോ പഠന ഉപകരണങ്ങൾ വാങ്ങിക്കാനും കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കാനുമൊക്കെയായിട്ട് ഞാൻ പണം സൂക്ഷിച്ചു വെക്കാറുണ്ട്. This way, if I suddenly need to buy school supplies or want to go on a trip with friends, I don't have to ask my parents for extra money. ഇങ്ങനെ ഞാൻ പണം സൂക്ഷിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പഠന ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരുമ്പോഴോ സ്കൂളിൽ വന്ന് വിനോദയാത്ര പോകുമ്പോഴോ മാതാപിതാക്കളോട് കൂടുതൽ പണം ചോദിക്കേണ്ടി വരുന്നില്ല. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദെയർ പൊസഷൻസ് were ഡെല്ല ആൻഡ് ജിം എസ്പെഷ്യലി പ്രൗഡ് ഓഫ്? ജിമ്മും ഡെല്ലയും അഭിമാനിച്ചിരുന്നത് അവരുടെ പക്കലുള്ള എന്ത് വസ്തുക്കളിലാണ്? ഡെല്ല വാസ് പ്രൗഡ് ഓഫ് ഹെർ ലോങ് ബ്യൂട്ടിഫുൾ ഹെയർ. Jim was proud of his gold watch that had previously belonged to his father and grandfather. It was his most valuable material possession. ഡെല്ല അഭിമാനിച്ചിരുന്നത് അവളുടെ നീളമുള്ള മനോഹരമായ മുടിയെക്കുറിച്ചും ജിം അഭിമാനിച്ചിരുന്നത് തന്റെ ഗോൾഡ് വാച്ചിനെക്കുറിച്ചുമാണ്. തന്റെ അച്ഛന്റെയും മുത്തച്ഛന്റെയും കൈവശമുണ്ടായിരുന്നതും പാരമ്പര്യമായി കിട്ടിയതുമായ ഒരു കുടുംബസ്വത്തായിരുന്നു അത്. ഭൗതികമായി അവന്റെ കൈവശമുണ്ടായിരുന്ന ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവായിരുന്നു ആ വാച്ച്. അടുത്ത ചോദ്യം. ജിംസ് വാച്ച് വാസ് എ വാല്യുബിൾ ഹെയർലൂം വിച്ച് ഹി ചെറിഷ്ഡ് വെരി മച്ച്. Do you have any such objects of sentimental value? Share your thoughts about them. ജിമ്മിന്റെ വാച്ച് അവന് പാരമ്പര്യമായി കിട്ടിയ അവൻ വളരെയധികം സ്നേഹിച്ചിരുന്ന വിലപിടിപ്പുള്ള ഒരു കുടുംബസ്വത്തായിരുന്നു. വൈകാരികമായ മൂല്യമുള്ള അത്തരമേതെങ്കിലും വസ്തുക്കൾ നിങ്ങളുടെ കൈവശമുണ്ടോ? അവയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കുക. ഹെയർലൂം എന്നു പറഞ്ഞാൽ തലമുറകളായി കൈമാറി നമുക്ക് ലഭിക്കുന്ന ചില സാധനങ്ങൾ. അതിന്റെ വിലയേക്കാളും അത് അമൂല്യമാണ്. എനിക്ക് ഏറെ മൂല്യമുള്ള ഒരു വസ്തു എന്റെ കൈവശമുണ്ട്. അതെന്റെ മുത്തച്ഛന്റെ പഴയ ഒരു ഫൗണ്ടൻ പേനയാണ്. ഇതിന് വലിയ വിലയൊന്നുമില്ല, എങ്കിലും എനിക്കിത് വളരെ അമൂല്യമാണ്. യെസ്, ഐ ഹാവ് ആൻ ഓബ്ജെക്റ്റ് ഓഫ് ഗ്രേറ്റ് സെന്റിമെന്റൽ വാല്യൂ. ഇറ്റ് ഈസ് മൈ ഗ്രാൻഡ്ഫാദേഴ്സ് ഓൾഡ് ഫൗണ്ടൻ പെൻ. ഇറ്റ് ഈസ് നോട്ട് വെരി എക്സ്പെൻസീവ്, ബട്ട് ഇറ്റ് ഈസ് പ്രഷ്യസ് ടു മീ ബിക്കോസ് ഇറ്റ് മേക്സ് മീ റിമെമ്പർ ദ ലവ് മൈ ഗ്രാൻഡ്ഫാദർ ഹാഡ് ഫോർ മീ. കാരണം അത് കാണുമ്പോഴൊക്കെ മുത്തച്ഛൻ എന്നോടുള്ള ആ ഒരു സ്നേഹം ഞാൻ ഓർക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ പേന അമൂല്യമാണ് എന്ന് പറയാം. വൈ ഡിഡ് ഡെല്ല തിങ്ക് ദാറ്റ് ദ ഗോൾഡ് വാച്ച് ചെയിൻ വാസ് എ സ്യൂട്ടബിൾ ഗിഫ്റ്റ് ഫോർ ജിം? എന്തുകൊണ്ടാണ് ഒരു ഗോൾഡ് കൊണ്ടുള്ള ഒരു ചെയിൻ, ആ വാച്ചിനുള്ള ചെയിൻ ജിമ്മിന് ഏറ്റവും അനുയോജ്യമായൊരു ഗിഫ്റ്റാണ് എന്ന് ഡെല്ലയ്ക്ക് തോന്നാൻ കാരണം? ഡെല്ല ഫെൽറ്റ് ദ ചെയിൻ വാസ് എക്സാക്ട്ലി ലൈക്ക് ജിം. Jim was a quiet man who didn't show off, but he had great character and worth. Both the man and the chain possessed quietness and value. ജിം എങ്ങനെയാണോ അതുപോലെ തന്നെ ആ ചെയിനും വളരെ സിമ്പിളും ആയിരുന്നു. വാല്യുബിൾ, നല്ല വിലയേറിയതുമായിരുന്നു. ഇറ്റ് വാസ് പെർഫെക്റ്റ് ഫോർ ഹിസ് വാച്ച്. അതുമാത്രമല്ല, അവന്റെ ആ വാച്ചിന് ഈ ഒരു ചെയിൻ എന്ന് പറയുന്നത് അത്ര പെർഫെക്റ്റ് ആയിരുന്നു. അതത്രയും ലളിതമായതുകൊണ്ട് തന്നെ അത് ജിമ്മിനുള്ളതാണെന്ന് അവൾക്കുറപ്പായിരുന്നു. അത് ജിമ്മിനെ പോലെ തന്നെയായിരുന്നു. ശാന്തതയും മൂല്യവും. ജിമ്മിനും ആ ചെയിനിനും ഈ 2 ഗുണങ്ങളും ഉണ്ടായിരുന്നു. വാട്ട് വാസ് ജിംസ് ഇനീഷ്യൽ റിയാക്ഷൻ വെൻ ഹി സോ ഡെല്ല വിതൗട്ട് ഹെർ ലോങ് ഫ്ലോയിങ് ഹെയർ? ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ. ഈ ഡെല്ലയെ അവളുടെ ഒഴുകിക്കിടക്കുന്ന മുടിയില്ലാതെ ജിം ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്തായിരുന്നു അവന്റെ റിയാക്ഷൻ അഥവാ പ്രതികരണം? ജിം വാസ് ഷോക്ക്ഡ് ആൻഡ് സ്റ്റുഡ് സ്റ്റിൽ, സ്റ്റെയറിംഗ് അറ്റ് ഹർ. He didn't speak or get angry, he just looked at her with a strange expression because he couldn't believe her long hair was gone. ജിം ആകെ ഞെട്ടിപ്പോയി. അവളുടെ നീളമുള്ള മുടി മുറിച്ചത് കണ്ട് വിശ്വസിക്കാനാവാതെ ഒന്നും മിണ്ടാതെ അവൻ അവളെ തന്നെ നോക്കി നിന്നു. കാരണം അവൻ വാങ്ങിച്ച സമ്മാനം അവളുടെ മുടിക്കു വേണ്ടിയുള്ളതായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ നിന്നത്. What is $1.87 worth in Indian rupees today?
$1.87 എന്ന് പറയുന്നത് ഇന്ത്യയിൽ എത്ര റുപ്പീസ് ആയിരിക്കും? Based on today's exchange rate, $1.87 is worth approximately ഇന്നത്തെ വിനിമയ നിരക്കനുസരിച്ച് $1 ഏകദേശം 90 രൂപ. $1.87 എന്നത് ഏകദേശം 169 ഇന്ത്യൻ രൂപ വരും. Why did Della cry when she opened Jim's gift? ജിമ്മിന്റെ സമ്മാനം തുറന്നപ്പോൾ എന്തുകൊണ്ടാണ് ഡെല്ല കരഞ്ഞത്? She cried because Jim bought her the expensive comb she had always wanted, but she had already cut off her hair to buy him a gift. ആ സമ്മാനം കണ്ടയുടനെ അവൾ പൊട്ടിക്കരഞ്ഞു. കാരണം ആ ചീപ്പ് ഉപയോഗിക്കാൻ പാകത്തിനുള്ള അവളുടെ നീളമുള്ള മുടി അവൾ മുറിച്ചുവിറ്റിരുന്നു. ജിമ്മിന് സമ്മാനം വാങ്ങാൻ വേണ്ടിയാണ് അവൾ മുടി വിറ്റത്. അതുകൊണ്ട് ആ ചീപ്പ് ഇപ്പോൾ അവൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന ഓർമ്മ അവളെ വേദനിപ്പിച്ചു. You will have to look at your watch 100 times a day now. Why does Della say so? ഇന്നു മുതൽ ഒരു 100 തവണയെങ്കിലും നീ ആ വാച്ച് നോക്കണം എന്ന് പറയുന്നുണ്ട് ഡെല്ല ജിമ്മിനോട്. എന്തുകൊണ്ടായിരിക്കണം ഡെല്ല അത് പറഞ്ഞത്? കാരണം now that the watch has a beautiful valuable chain, Della thinks Jim will be proud to pull it out and check the time constantly, just to admire it and show it off. എന്നാൽ ഇപ്പോൾ മനോഹരമായ പുതിയ ചെയിനുള്ളതുകൊണ്ട് സമയം നോക്കാനെന്ന വ്യാജേന അത് മറ്റുള്ളവരെ കാണിക്കാനും നോക്കി രസിക്കാനും അവൻ ആഗ്രഹമുണ്ടാകും എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. ഇപ്പോൾ കൊടുത്ത വാച്ചിന്റെ ചെയിൻ എന്ന് പറയുന്നത് അത്ര മനോഹരമാണ്. ജിമ്മിനത് ഇടയ്ക്കിടയ്ക്ക് നോക്കാനായിട്ട് തോന്നും. അഭിമാനത്തോടെ സമയം ഇടയ്ക്കിടയ്ക്ക് നോക്കാനായിട്ട് ജിമ്മിന് കഴിയും. അത്രയ്ക്ക് മനോഹരമാണ് ഈ ചെയിൻ എന്ന് ഡെല്ല പറയാതെ പറയുകയാണ്. Why did Jim and Della decide to put their gifts aside for some time? എന്തുകൊണ്ടാണ് ജിമ്മും ഡെല്ലയും അവർ വാങ്ങിച്ച ആ ഒരു സമ്മാനങ്ങൾ കുറച്ചു സമയത്തേക്ക് മാറ്റിവെക്കാം എന്ന് തീരുമാനിച്ചത്? Jim and Della decided to put their gifts aside for one main reason. They realized that neither of them could use their gifts at that moment because they had both sold their most valuable possessions to buy gifts for each other. ജിമ്മും ഡെല്ലയും അവരുടെ സമ്മാനങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അതിന് പ്രധാനമായും ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമ്മാനങ്ങൾ ആ നിമിഷം അവർക്ക് രണ്ടുപേർക്കും ഉപയോഗിക്കാൻ കഴിയില്ലായിരുന്നു. പരസ്പരം സമ്മാനങ്ങൾ വാങ്ങാൻ വേണ്ടി അവർ തങ്ങളുടെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കൾ വിറ്റിരുന്നു. ഡെല്ലയ്ക്ക് ചീപ്പുകൾ ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം അവൾ തന്റെ മുടി മുറിച്ചു വിറ്റിരുന്നു. ജിമ്മിന് വാച്ച് ചെയിൻ ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം അവൻ തന്റെ വാച്ച് വിറ്റിരുന്നു. അപ്പോൾ അത്രയുമാണ് ഈ പാഠത്തിന്റെ വശങ്ങളിൽ നൽകിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ. ഈ പാഠത്തിന്റെ തന്നെ പ്രധാന ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളുമായി എത്രയും വേഗം കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു.